കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് തന്നെ നിലമ്പൂർ തെരഞ്ഞെടുപ്പ് അങ്ങ് വന്നു. അപ്പോൾ അവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു. CPM സാധാരണ ഇപ്പം തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ചെയ്യാറുള്ളത് കോൺഗ്രസ് സീറ്റ് കൊടുക്കാത്തവരെ വലിച്ചുകൊണ്ട് പോവുക എന്നുള്ളതാണ്. സരിനെ അങ്ങനെയായിരുന്നു. ഇപ്പോൾ ആര്യാടൻ ഷൗക്കത്തിന് അങ്ങനെ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു, പക്ഷേ അത് നടന്നില്ല. ഇപ്പോൾ CPM ആരെ നിർത്തുമെന്ന് ആലോചിച്ചിരിക്കുക. അപ്പോൾ പിണറായിയുടെ മനസ്സിലൊരു ബുദ്ധി തോന്നിയിട്ടുണ്ട്, സ്വരാജിനെ കൊണ്ടുവന്നാൽ ശൈലജ ടീച്ചർ ഒതുക്കിയ പോലെ സ്വരാജിനെ ഒതുക്കാം, മരുമകനെ കൂടുതൽ സ്ഥാനങ്ങളിലേക്ക് കൊണ്ടുവരാം. ആ ഒരു ബുദ്ധിയാണ് ഇപ്പോൾ അവർ വർക്കൗട്ട് ചെയ്തെന്ന് തോന്നുന്നു. BJP പിന്നെ അവിടെ വലിയ പ്രസക്തമല്ല. എങ്ങനെ കാണുന്നു? അല്ല, ഞാൻ ചോദിക്കുന്നത് കോൺഗ്രസ് PV അൻവറിനെ ഭയപ്പെടുന്നുണ്ടോ? അതാണ് എൻ്റെ ആദ്യത്തെ സംശയം. അതെ, എന്തിനു ഭയപ്പെടണം? ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസും തമ്മിൽ ചേരില്ല. ഇദ്ദേഹം തൃണമൂലിൻ്റെ ആളാണ്. അബദ്ധത്തിലായി പോയതായിരിക്കാം. എന്തായാലും ഇപ്പോൾ തൃണമൂലിൻ്റെ വക്താവായിട്ടാണ് നിൽക്കുന്നത്. തൃണമൂലിന് UDF അംഗത്വം കൊടുക്കാൻ പാടില്ല എന്ന് അവരുടെ AICCയുടെ തീരുമാനമുണ്ട്. അസോസിയേറ്റ് ചെയ്യുക, മറ്റേ KK രമയൊക്കെ ചെയ്തു. അങ്ങനെ പറഞ്ഞപ്പോൾ അത് ഇദ്ദേഹത്തിന് പാടില്ല. ഇപ്പോൾ PV അൻവർ ഈ മുഴക്കുന്ന ശബ്ദമുണ്ട്, ഈ ബഹളം, ഇതിന് അദ്ദേഹം പറയുന്ന രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ആര്യാടൻ ഷൗക്കത്ത് LDFിലേക്ക് പോയതാണ്, അവരുമായി ചർച്ച നടത്തിയത്. കോൺഗ്രസ് അപ്പോൾ തന്നെ പറയേണ്ട ഒരു കാര്യമുണ്ട്, ഈ ചർച്ച നടത്തിയെങ്കിൽ അതിൻ്റെ രേഖകൾ വെളിപ്പെടണം. ആരുമായി ചർച്ച നടത്തി? അല്ലെങ്കിൽ CPM പറയണം ഞങ്ങളുമായി സംസാരിച്ചിരുന്നു എന്ന് പറയണം. CPMന് അങ്ങനെ ഇപ്പോൾ പറയാൻ കഴിഞ്ഞാൽ അവിടെ LDFിൻ്റെ വിധി ഉറപ്പല്ലേ? അപ്പോൾ അവരത് പറയണം. അപ്പോൾ ഇത് PV അൻവർ ബോംബിട്ടതാണോ, അത് യാഥാർത്ഥ്യമുണ്ടോ എന്ന് അറിയാൻ കഴിയും. രണ്ടാമത്തെ ഒരു കാര്യം, 2 ദിവസത്തിനകം PV അൻവർ തീരുമാനിക്കും ഞാൻ മത്സരിക്കണോ വേണ്ടയോ, ഞാൻ സ്വതന്ത്രമായിട്ട് മത്സരിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുമെന്ന്. അടുത്ത ബോംബ് പൊട്ടിച്ചിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? UDFിലേക്കുള്ള പ്രവേശനം. അത് മാത്രമാണ്. എന്നാൽ കോൺഗ്രസ് ചെയ്ത ഒരു കാര്യത്തെ ഞാൻ അഭിനന്ദിക്കുന്നു. കാരണം ഇയാളുടെ ഒരു ഭീഷണിക്ക് വഴങ്ങാതെ ആദ്യം തന്നെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു. ഈ ഒരു കാര്യം രസമാണ്, PV അൻവറും ആര്യാടൻ ഷൗക്കത്തും ബന്ധുക്കളാണ്, വളരെ അടുത്ത ബന്ധുക്കളാണ്. അപ്പം ബന്ധുക്കൾ ശത്രുക്കൾ എന്ന് പറയുന്നത് സത്യമാണ്. ആ ബന്ധു ശത്രുവാണ്. അതിന് അൻവർ പറയുന്നതാണ്, എനിക്ക് പേഴ്സണലായിട്ട് ശത്രുതയൊന്നുമില്ല, പക്ഷേ ഇയാൾ ഈ LDFിലേക്ക് പോകാൻ ശ്രമിച്ച ആളാണ്. അതുമാത്രമല്ല അവിടെ ജനപ്രീതിയില്ല, മലയോര കർഷകരുടെ പ്രശ്നങ്ങൾ. ഈ മലയോര കർഷകരുടെ പ്രശ്നങ്ങൾ എന്തുകൊണ്ട് അൻവർ തീർത്തില്ല? 9 വർഷം MLA ആയിരുന്നിട്ട്. ഇനി പുതിയ ആൾ വരുന്ന ആൾ വേണോ തീർക്കാൻ? അപ്പോൾ അൻവർ പറയുന്ന ചോദ്യങ്ങൾക്ക് ജനങ്ങൾക്ക് ഇതൊക്കെ ചോദിക്കണമെന്നുണ്ടാവും. അവർക്ക് ചോദിക്കാൻ ഒരു സ്പേസ് ഇല്ല. അവർക്ക് വേണ്ടിയാണ് ഞാനിപ്പോൾ സംസാരിക്കുന്നത്. PV അൻവർ അടുത്തതായി പറയുന്നത് ഷൗക്കത്ത് ജയിക്കില്ല എന്ന് പറയുമ്പോൾ ജയിക്കാതിരിക്കാൻ വേണ്ടി ഇയാൾ ശ്രമിക്കുമെന്നല്ലേ? മനസ്സിലായി? ഇവിടെ കോൺഗ്രസ് ശക്തമായിട്ട് പറയുന്നത് തന്നെ ഞങ്ങൾ UDFിലേക്ക് എടുക്കുന്നില്ല, അസോസിയേറ്റ് ആയിട്ട് പോലും നിൽക്കാൻ പറ്റില്ല, ഞങ്ങൾക്ക് പരാജയം സംഭവിച്ചോട്ടെ എന്ന് ധൈര്യമായിട്ട് പറയാം. ചില പരാജയങ്ങൾ നല്ലതാണ്. ഇപ്പോൾ രാഷ്ട്രീയപരമായി UDF അവിടെ പരാജയപ്പെടാൻ പാടില്ല എന്ന് പറയുമ്പോഴും ഇതുപോലെ ഒരു രാഷ്ട്രീയത്തിലെ എന്താണ് പറയുക, ഒരു വേസ്റ്റ് എന്ന് തന്നെ ഞാൻ പറയും. അങ്ങനെ ഒരാളെ താങ്ങി നിർത്തിയിട്ട് വേണോ ജയിക്കാൻ? മാത്രമല്ല PV അൻവർ ഉന്നയിച്ച ആരോപണങ്ങളും തെളിയിക്കാനും അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. PV അൻവർ ഇതേ പ്രതിപക്ഷ നേതാവിനെ കുറിച്ച് പറഞ്ഞില്ലേ, മീൻവണ്ടിയിൽ പണം കൊണ്ടുവന്നു, എന്തെല്ലാം ആരോപണങ്ങൾ. ഇത് ഒന്നെങ്കിലും തെളിയിക്കാൻ കഴിഞ്ഞു ഇല്ല. പിന്നെ പറഞ്ഞ മണ്ടത്തരങ്ങളില്ലേ, ഇവിടുന്ന് ജപ്പാൻ മഴമേഘങ്ങൾ കൊണ്ടുപോയിട്ട് അവിടെ മഴ പെയ്ച്ച് ജപ്പാൻ കുടിവെള്ള പദ്ധതി ഇവിടെ കൊടുത്ത് കാശ് മേടിക്കും പറഞ്ഞു. ഇതുപോലെ മണ്ടത്തരങ്ങൾ പറയുന്ന, ഇതുപോലെ സമൂഹത്തിൽ വിഷം പടർത്തുന്ന ഒരു രാഷ്ട്രീയക്കാരനല്ല, അയാൾ കച്ചവടക്കാരനാണ്. അയാളെ എന്തിനു വേണ്ടിയാണ് കോൺഗ്രസ് വീണ്ടും ഭയപ്പെടുന്നത്? ഈ ചോദ്യം പ്രസക്തമല്ലേ? തീർച്ചയായിട്ടും. പിന്നെ ആര്യാടൻ ഷൗക്കത്തിൻ്റെ അച്ഛൻ 3 പതിറ്റാണ്ട് അവിടെ ആ മണ്ഡലം ഭരിച്ച ആളാണ്. ആര്യാടൻ ഷൗക്കത്തിനും അവിടെ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നപ്പോഴും കോർപ്പറേഷൻ ചെയർമാൻ ആയിരുന്നപ്പോഴും ഒക്കെ അവിടെ ഗംഭീരമായി ഭരണം കാഴ്ചവെച്ചതാണ്. ആദ്യമായി അവിടെ സാക്ഷരത, 4ാം ക്ലാസ് തുല്യതാ പരീക്ഷ നടത്തി. 4ാം ക്ലാസ്സിൽ താഴെയുള്ളവർ പഠിക്കാത്ത ഒരാൾ ഇവിടെ ഇല്ല. 40 വയസ്സിൽ താഴെയുള്ള എല്ലാവരും 10ാം ക്ലാസ് പാസ്സായിരിക്കണം. ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ വേണ്ടി ഇവിടെ സ്കൂളുകളിൽ ലണ്ടനിൽ നിന്ന് അധ്യാപകരെ കൊണ്ടുവന്നു. അപ്പം ഇങ്ങനെ ഒരുപാട് സാമൂഹ്യ നന്മ ചെയ്തിട്ടുള്ളതാണ് ഷൗക്കത്ത്. അതിൽ കോൺഗ്രസ്സുകാരനായി പോയതുകൊണ്ട്
മോശമാണെന്ന് പറയാൻ പറയാൻ പറ്റില്ല. പറ്റില്ല. പിന്നെ അൻവറിൻ്റെ ഭീഷണികൾ, ഭയപ്പെടുത്തലുകൾ അത് കോൺഗ്രസ് മുഖവിലേക്ക് എടുക്കരുത്. ഇനി LDFിൻ്റെ കാര്യം, ഒരു സ്ഥാനാർത്ഥിയെ അവിടെ നിർണ്ണയിക്കാൻ ചിലപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ആര്യാടൻ ഷൗക്കത്തിനെ കിട്ടുമോ എന്ന് LDF പ്രതീക്ഷിച്ചിരിക്കാം. അല്ലെങ്കിൽ ആദ്യഘട്ടത്തിൽ തന്നെ എപ്പോഴും LDF എപ്പോഴും ആദ്യഘട്ടത്തിൽ നിന്ന് സ്ഥാനാർത്ഥി പെട്ടെന്ന് പ്രഖ്യാപിക്കുന്ന പതിവില്ല. പാലക്കാടൊക്കെ കണ്ടല്ലോ. അതെ അതെ, അവിടുന്ന് ഒരു ബേസിനെ കൊണ്ടുവന്ന് നിർത്തി 3ാം സ്ഥാനത്ത്. ഇവിടെ LDF അൻവർ പോയി ഷൗക്കത്തിനെ കിട്ടുമോ എന്ന് ശ്രമിച്ചിട്ടുണ്ടാവാം, സ്വാഭാവികമാണ്. അത് ശ്രമിക്കാനൊരു കാരണമുണ്ട്. ഇടയ്ക്ക് കോൺഗ്രസിൽ നിന്നും ചില വാണിങ്ങുകളൊക്കെ കൊടുത്തിരുന്നല്ലോ ആർക്ക്, ഷൗക്കത്തിന്. ഓർമ്മയുണ്ടോ? നേരത്തെ ചില താക്കീതുകളൊക്കെ കൊടുത്തിരുന്നു. അപ്പം ഷൗക്കത്തുമായിട്ട് അടുപ്പമുള്ള ആളെ, ഷൗക്കത്ത് സംസ്കാര സാഹിതിയുടെ പ്രസിഡൻ്റായിരിക്കുന്ന കാലത്ത് അദ്ദേഹം 7 ജാഥകൾ നടത്തി കേരളം. അതിൽ ഒരു ജാഥയിൽ കോട്ടയത്ത് പ്രസംഗിക്കാൻ പോയി. അതല്ലാതെ സിനിമാക്കാരനാണ്, അറിയാമല്ലോ. അപ്പോൾ സിനിമാക്കാരനായതുകൊണ്ടല്ല, സാഹിത്യപരമായും സാംസ്കാരികപരമായും മിടുക്കനാണ്, നല്ല ബോധമുള്ള, ജനങ്ങളെ സ്നേഹിക്കുന്ന ആൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് അദ്ദേഹത്തെ തന്നെ കാൻഡിഡേറ്റ് ആക്കുന്നു. പിന്നെ അൻവറിൻ്റെ വാക്കുകൾ കേൾക്കാൻ കാത്തു നിൽക്കാതെ ചെയ്തതും കോൺഗ്രസിനെ അഭിനന്ദിക്കാം. ഇനി LDF ഇപ്പോൾ സ്വരാജിനെ നിർത്താൻ പോകുമെന്ന് പറഞ്ഞല്ലോ, ഞാനും കേട്ടു. സ്വരാജിനെ ഒതുക്കാൻ വേണ്ടിയാണോ വളർത്താൻ വേണ്ടിയാണോ? അതാണ് അടുത്ത ചോദ്യം. പിണറായി എന്ന് പറയുന്നത് അതിബുദ്ധിമാനായ നേതാവാണ്. പിണറായി സ്വരാജിനെ ഇല്ലാതാക്കാൻ വേണ്ടി അവിടെ കാൻഡിഡേറ്റാക്കി നിർത്തും. പിണറായിയുടെ അതായത് പിണറായിയുടെ എന്താ പറയുക, ഭരണത്തിൻ്റെ മികവ് തെളിയിക്കേണ്ടുന്ന ഒരു മണ്ഡലമാണിത്, ഒരു മത്സരമാണ്. ശരിയല്ലേ? ഇപ്പോൾ LDF തോറ്റുപോയാൽ ഭരണവിരുദ്ധ വികാരം ഉണ്ട് എന്ന് തെളിയിക്കപ്പെടും. എന്നാൽ അത് ജയിക്കേണ്ട ഒരു വലിയ ബാധ്യത പിണറായിക്കുള്ളതാണ് എൻ്റെ വിശ്വാസം. പിന്നെ പിണറായി എന്ന് പറയുന്ന വ്യക്തി സ്വന്തം കാര്യലാഭത്തിന് വേണ്ടി, മരുമകനെ രക്ഷിക്കാൻ വേണ്ടി ചിലപ്പോൾ പാർട്ടിയെ നോക്കില്ലായിരിക്കും. LDFിൻ്റെ വിജയം ചിലപ്പോൾ കണക്ക് കൂട്ടുന്നുണ്ടാവില്ല. അതുകൊണ്ട് സ്വരാജിനെ നിർത്തി പരാജയപ്പെടുത്താം എന്ന് വിചാരിക്കുന്നുണ്ടാവും. എന്തായാലും സ്വരാജ് നിന്നാൽ ജയിക്കുമോ, അതോ അതിനേക്കാൾ മിടുക്കനെ ഒരു ഷറഫ് അലിയുടെ കാര്യം പറയുന്നു. ഷറഫ് അലി ആണെങ്കിൽ ചിലപ്പോൾ ജയിച്ചു പോകും എന്നും പറയപ്പെടുന്നുണ്ട്. എന്തായാലും ഒരു വോട്ടർ എന്ന നിലയ്ക്ക്, കേരളത്തിൽ ജീവിക്കുന്ന ഇന്ത്യയിലെ ഒരു പൗരൻ എന്ന നിലയ്ക്ക് ഞാൻ പറയുന്നത് ഇത്രയും പണം വ്യയം ചെയ്ത് ഈ ഒരു ഇലക്ഷൻ നടത്താൻ പാടില്ലായിരുന്നു എൻ്റെ ഒരു കാഴ്ചപ്പാട്. വളരെ കുറച്ച് തുച്ഛമായ സമയം മാത്രം. ആ ഒരു വർഷത്തേക്ക് ഒരു MLA ഇവിടെ സ്ഥാനമേറ്റെടുത്തുകൊണ്ട് എന്താ സംഭവിക്കുക? ഒരു മലയും മറിക്കാൻ പോകുന്നില്ല. അപ്പോൾ ഈ ഒരു വർഷത്തേക്ക് എത്ര കോടി രൂപ ചിലവാക്കിയാണ് ഒരു ബൈ ഇലക്ഷൻ നടത്തുന്നത്? ജനങ്ങളുടെ ബുദ്ധിമുട്ട്. തൊട്ടടുത്തുള്ള MLAക്ക് അതിൻ്റെ ചുമതല കൊടുത്താൽ മാത്രം മതി. അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നൊന്നുമില്ലല്ലോ, ഒന്നും ചെയ്യാൻ. ഇനിയിപ്പം ഈ ഇലക്ഷൻ കഴിഞ്ഞ് ഫലപ്രഖ്യാപനം നടന്ന് MLA സ്ഥാനമേറ്റെടുത്ത് കഴിഞ്ഞാൽ എത്ര കാലം ഉണ്ടാവും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക്? നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഒരു കാര്യങ്ങളും ചെയ്യാൻ കഴിയില്ല. അപ്പോൾ പിന്നെ ആ ചുരുങ്ങിയ സമയത്തിന് വേണ്ടി ഒരു MLAയുടെ ആവശ്യമുണ്ടായിരുന്നില്ല. അത് അൻവറിൻ്റെ ഒരു പിടിവാശിയാണ് അങ്ങനെ ഒരു മത്സരത്തിലേക്ക് പോയത്. തീർച്ചയായിട്ടും അൻവർ ഇലക്ഷൻ കമ്മീഷൻ ലെറ്റർ കൊടുത്തിരുന്നു, ഇല്ലെങ്കിൽ ഞാൻ സുപ്രീം കോടതി വരെ പോകും ഇതിനെതിരെ. അതുകൊണ്ടാണ് ഇലക്ഷൻ നടത്തുന്നതെന്ന് പറയും. എന്തായാലും ജനങ്ങളുടെ പണമാണ്, നികുതി പണം എടുത്ത് ഇങ്ങനെ ദുർവ്യയം ചെയ്യുന്ന ഈ നിയമം ഇല്ലാതാക്കുക തന്നെ ചെയ്യണം. അൻവറിൻ്റെ വിജയമാണോ, LDFിൻ്റെ വിജയമാണോ, UDFിൻ്റെ വിജയമാണോ എന്ന് നമുക്ക് ജൂൺ 23-ാം തീയതി അറിയാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.